ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് കൊല്ലൂർ മൂകാംബിക ദേവി ടെമ്പിളിലാണ്. ഇപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9 മണിയാകുമ്പോഴത്തേക്കിന് വൈകിട്ട് നട അടയ്ക്കും. നമ്മളെന്തായാലും ഒരു 9 മണി കഴിഞ്ഞാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ റൂമെല്ലാം എടുത്ത് അവിടെ ലഗേജ് എല്ലാം വെച്ചിട്ട് ഒന്ന് അമ്പലത്തിന് ഈ നൈറ്റ് ടൈം എങ്ങനെയാണ് ഈ ഏരിയ എല്ലാം ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നാളെ എന്തായാലും നല്ല മോർണിംഗ് നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് ഈ രീതിയിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഒന്ന് കണ്ട് നോക്കി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് ഇതുവഴിയാണ്, അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ. ഇതുവഴി ഉള്ളിലേക്ക് കിടക്കുന്നത് ഇവിടെ മുതലാണ് നമ്മൾ ക്യൂ നിന്ന് ഉള്ളിലേക്ക് കയറുക. വെക്കേഷൻ ടൈമിലൊക്കെ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ തന്നെ ഒരു 1 മന്തിനൊക്കെ മുന്നേ തന്നെ എനിക്ക് തോന്നുന്നു റൂം ബുക്ക് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ റൂമിൻ്റെ അവൈലബിലിറ്റിയൊക്കെ കുറവാണ്, നല്ല തിരക്കാണ് ഈ ടൈമിലൊക്കെ. അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചിലയിടത്തൊക്കെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ലെന്ന്. പക്ഷേ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പം നമുക്ക് അകത്ത് 4 അമ്പലത്തിനുള്ളിൽ മാത്രമേ ഉള്ളൂ എടുക്കാൻ പറ്റാത്ത, ബാക്കി പുറമെ ഏരിയയിലെല്ലാം നമുക്ക് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടം വരെ എല്ലാം കണ്ട് പുറത്ത് നിന്ന് തൊഴുത് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് നട തുറക്കും. പക്ഷെ നമ്മൾ റെഡിയായ ഒരു 6 o'clock എത്തിയത്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നല്ല തിരക്കുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഇവിടുന്ന് തന്നെ ക്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ക്യൂ നിൽക്കുന്ന ഈ സ്ഥലത്ത് തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ള താലം ഒക്കെ നമുക്ക് കിട്ടും, നമുക്ക് അവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. നമ്മളപ്പോൾ അമ്പലത്തിൽ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ്, ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ എഴുത്തിനിരുത്തുന്നത്. 200 രൂപ ടിക്കറ്റ് എടുത്താണ് നമുക്ക് എഴുത്തിനിരുത്താൻ സാധിക്കും. അപ്പോൾ ഇത് നല്ല തിരക്കെന്ന് വെച്ചാൽ നമ്മൾ വെക്കേഷൻ ടൈം വന്നതുകൊണ്ട് നല്ല തിരക്കാണ്. അവിടെ ഒരു ഫാമിലി ഉള്ളിൽ ഗണപതിയുടെ അവിടെ പൂജയൊക്കെ നടത്തുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ഇടവിട്ട് ടൈമിങ്ങൾ, അതായത് അരമണിക്കൂർ കൂടുമ്പോൾ അമ്പലം അടച്ചിട്ട് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിശേഷാൽ ദിവസം കുറേ നേരം, അതായത് 1 മണിക്കൂറൊക്കെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. കാരണം ആ സമയത്തെല്ലാം പൂജ ഉണ്ടായിരിക്കുന്നതാണ്. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവാലയങ്ങളിലും 108 ദുർഗാക്ഷേത്രങ്ങളിലും ഉൾപ്പെടുന്ന ക്ഷേത്രമാണിത്. മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതി ചൈതന്യത്തിൻ്റെ കൂടെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര ചൈതന്യം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഇവിടുത്തെ സ്വയംഭൂ ജ്യോതിർലിംഗം. നോർമൽ ക്യൂ കൂടാതെ 500 രൂപ 100 രൂപ നിരക്കിൽ സ്പെഷ്യൽ ക്യൂ ഇവിടെ അവൈലബിൾ ആണ്. നല്ല തിരക്കാണെങ്കിലും മൂകാംബിക ദേവിയെ നല്ല രീതിയിൽ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് ഇറങ്ങാൻ സാധിച്ചു. കുറേ നേരമൊക്കെ അമ്പലത്തിൻ്റെ അകത്ത് തന്നെ സ്പെൻഡ് ചെയ്തു, വഴിപാടുകളെല്ലാം നടത്തി. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു, അതെല്ലാം ചെയ്തു. അമ്പലത്തിൻ്റെ പുറത്ത് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു അമ്പലത്തിൽ വലിയൊരു രഥം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെയും കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അമ്പലത്തിൽ ഇനി നമ്മൾ അമ്പലത്തിൻ്റെ പുറത്ത് കുറച്ച് കടകളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Bye bye.